റീസെൻ്റ്ലി നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ അമ്പാട്ടുകാവിലൊരു വീടാണിത് കാണാൻ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മളൊരു ഫുൾ ഹൈറ്റ് റോമൻ ബ്ലൈൻഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലിവിങ് റൂമാണ്. ലിവിങ് റൂമിൽ നമ്മളൊരു ഫുള്ളി കസ്റ്റമൈസ്ഡ് സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫുൾ ഹൈറ്റ് കർട്ടൻ വരുന്നുണ്ട്. ഫുൾ ഷിയർ കർട്ടൻ ആണ്. സോഫ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു ക്ലോത്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് ഒരു അടിപൊളി വാൾപേപ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ റിപ്പിൾ സിംഗിൾ ലെയർ കർട്ടൻ അല്ല, റിപ്പിൾ ഡബിൾ ലെയർ കർട്ടനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ബാക്ക് സൈഡ് പ്ലീറ്റഡും ഫ്രണ്ട് സൈഡ് റിപ്പിൾ കർട്ടനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് 2 റോമൻ ബ്ലൈൻഡ്, 2 സ്മോൾ വിൻഡോസ് ആണ്. 2 റോമൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാൾപേപ്പറും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹെഡ് ബോർഡും, അതായത് വാൾപേപ്പറിനും നമ്മുടെ കർട്ടനും മാച്ച് ചെയ്യുന്നൊരു ഹെഡ് ബോർഡും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കിഡ്സ് റൂമിലേക്ക് പോകാം നമുക്ക്. കിഡ്സ് റൂമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള 2 റോമൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. പിങ്ക് ഷെയ്ഡ് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്ത ഒരു ഹെഡ് ബോർഡ്, പിള്ളേർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഹെഡ് ബോർഡാണ് അതിൻ്റെ മോഡൽ. പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് കസ്റ്റമൈസ്ഡ് റിപ്പിൾ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹൈ ക്വാളിറ്റി ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഷിയർ കർട്ടൻ ആണ്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഷിയർ കർട്ടൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വോളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പ്രീമിയം വാൾപേപ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ നോർമൽ രീതിയിലുള്ള ബ്ലാക്ക് ഔട്ട് സീബ്ര ബ്ലൈൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അധികം വെട്ടം കയറാത്ത രീതിയിലുള്ള 100% ബ്ലാക്ക് ഔട്ട് സീബ്ര ബ്ലൈൻഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ടി വി ഏരിയയിലേക്ക് വരാം. ഇതൊരു ഫാമിലി ലിവിങ് ആണ്. ഫാമിലി ലിവിങ്ങിൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ വാൾപേപ്പറാണ്. ഇവിടെ നമുക്ക് ഈ ബോർഡറിൻ്റെ അകത്ത് ഇതൊരു വാൾപേപ്പർ വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഈ ഒരു റൂമിന് അത്യാവശ്യം ഭംഗി കൊടുത്തിരിക്കുന്നത് ആ വാൾപേപ്പറാണ്. പിന്നെ അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു കസ്റ്റമൈസ്ഡ് മോഡൽ സോഫ, നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ റിപ്പിൾ കർട്ടനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് സിംഗിൾ ലെയർ റിപ്പിൾ കർട്ടൻ കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഷിയർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ TV കാണുമ്പോഴൊക്കെ ഗ്ലെയർ അടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ലെയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ടോപ്പ് ലിവിങ്ങിൽ തന്നെ നമുക്ക് 2 റോമൻ ബ്ലൈൻഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ക്ലോത്ത് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ആണ്. പ്ലെയിൻ കൊടുത്തിരിക്കുന്നത് കുറച്ച് റിച്ച്നെസ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഡബിൾ ഹൈറ്റ് കർട്ടൻ്റെ നല്ലൊരു വ്യൂ ആണ്. അടുത്ത ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഇവിടെ 3 ചെറിയ വിൻഡോസ് ഉള്ളതുകൊണ്ട് സെയിം ക്ലോത്തിലുള്ള 3 റോമൻ ബ്ലൈൻഡ്സും അതുപോലെ തന്നെ റിപ്പിൾ സിംഗിൾ കർട്ടനുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വാൾപേപ്പറും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ബെഡ്റൂമിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഗ്രേ ഷെയ്ഡിലുള്ള ഒരു വാൾപേപ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ റൂമിൽ കണ്ടതുപോലെ തന്നെ സെയിം ക്ലോത്ത് വെച്ചിട്ടുള്ള 2 റോമൻ ബ്ലൈൻഡും ഇവിടെ ഡബിൾ ലെയർ കർട്ടൻസും ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലീറ്റഡ് കർട്ടനും ഫ്രണ്ട് ലെയർ ട്രിപ്പിൾ കർട്ടനുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കർട്ടൻസ്, ബ്ലൈൻഡ്സ്, വാൾപേപ്പർ, സോഫാസ് എന്നീ റിക്വയർമെൻറ്റ്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഷോപ്പ് വരുന്നത് കാക്കനാടാണ്. സോ താങ്ക് യു.